ഇതേതോ തിരുവാഭരണമാണല്ലോ. ഇവിടെ ഈ പൂജാമുറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഏത് ക്ഷേത്രത്തിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ അണിമംഗലം ക്ഷേത്രത്തിൽ. കാണാനൊക്കെ ഒരുപോലെ ഉണ്ട്. പക്ഷെ ഇത് സ്വർണ്ണാണോ അത് സ്വർണ്ണാണോ, ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ എന്നൊക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണക്കടക്കാരെ തന്നെ കാണിക്കണം. ഈ മാലയും കൊണ്ട് തിരുമേനി ഒന്ന് എന്റെ കൂടെ വരേണ്ടി വരും. വരാൻ വിരോധമില്ല, പക്ഷെ മാനേജർ അനുവദിക്കണം. ഒരു റിക്വസ്റ്റ് തന്നാ കൊടുത്തേക്കാം സാർ. രക്ഷസിന് നിവേദിച്ച പായസം ഉണ്ട്, ലേശം എടുക്കട്ടെ? ആവോ? വേണ്ട, ഷുഗർ ഉണ്ടാവും. എനിക്കില്ല, തിരുമേനിക്കോ? അതേ ഉള്ളൂ. ലേഡീസ് ഉണ്ടോ? ഉണ്ടല്ലോ. ചാക്കോ സാർ. ഒന്ന് സഹായിക്കുന്നേ. ആർക്കാ സാർ? വൈഫിനല്ലാതെ ആർക്കാ? ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. വിക്രം എന്തെങ്കിലും വാങ്ങിക്കുന്നോ? വാങ്ങണമെന്നുണ്ടായിരുന്നു. എന്നാ വൈഫിന്റെ ബർത്ത്ഡേ? സെപ്റ്റംബർ ഒക്ടോബർ, ഓർമ്മയില്ല, ഫോൺ ചെയ്ത് ചോദിക്കാം. ഇതൊന്ന് ബില്ല് ചെയ്തേ പ്ലീസ് കം സർ. തിരുമേനി, ആ തിരുവാഭരണം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതിവരുടെ അമ്പലത്തിലെ തിരുവാഭരണ. ഇതിന്റെ മാറ്റം ഒന്ന് നോക്കണം. ഇതിന്റെ മാറ്റമൊന്നും നോക്കാനില്ല. ഇത് ഒറിജിനൽ 916 ക്വാളിറ്റി തന്നെയാണ്. എന്നാലും നമുക്ക് സംശയം തീർക്കാം. കൃഷ്ണൻ, ഇതൊന്ന് നോക്കി കൊടുക്കൂ. സർ, ഇത് തനി സ്വർണം തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഇത് പ്യുവർ 916 തന്നെയാണെന്ന്. ഇനിതാ ഇതൊന്ന് നോക്കിയ സ്വാമി. ഇത് ഡ്യൂപ്ലിക്കേറ്റ്, വെറും പിച്ചള. പക്ഷെ കാണാൻ ഒരേ മാതിരിയുണ്ട്. അത് ആ പണിക്കാരന്റെ കഴിവ് തന്നെയാണ്. കപ്പിൻ ചുണ്ടിനോടൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേലൂന് ഒറിജിനൽ കിട്ടാതെ പോയത്. ആരായി ഡ്യൂപ്ലിക്കേറ്റ് വേലൂന് കൊടുത്തത്? സാർ, ഇത് ടെമ്പിൾ ജ്വല്ലറി പെട്ടതല്ലേ? ഒറിജിനൽ ആരാ പണിതെന്ന് പറയാൻ പറ്റുമോ? പറയാം. ഇതിൽ SAR എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മലയാളത്തിലുള്ള കൊല്ലവർഷം. കൃഷ്ണ, അതൊന്ന് നോക്കൂ. കൊല്ലവർഷം 1104 ആണ്ട്. 76 വർഷം പഴക്കമുണ്ട്. കുഴിക്കാവില് ഒരു SAR ജ്വല്ലറി ഉണ്ട്. വളരെ പഴക്കമുള്ള കടയാണ്. ഒരു പത്മനാഭൻ ആചാര്യ അതിന്റെ ഉടമസ്ഥൻ. ഉദ്ദേശം ഇതിന് എന്ത് വില മതിക്കും? തൂക്കത്തെക്കാൾ ഇതിന്റെ പഴമയ്ക്കാ വില. കൂടാതെ ഈ രത്നങ്ങളുടെ വില. കറക്റ്റ് ബയ്യറാണെങ്കിൽ 60-70 ലക്ഷം വരെ കിട്ടാം. എന്താ? ആചാര്യോട് ഒരു വട്ടം സംസാരിക്കാനുണ്ട്. ഇരിക്ക. ഈ പഴയ ആഭരണങ്ങൾ വാങ്ങുന്ന ഏർപ്പാട് എനിക്കുണ്ടെന്ന് ആരാ പറഞ്ഞത്? പഴയ ആഭരണങ്ങള് പലരിൽ നിന്നും ആചാര്യ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അതിലൊരാളാണെന്ന് കൂട്ടിക്കോളൂ. ഇത് അണിമംഗലത്തല്ലേ? അവിടുത്തെ ആഭരണങ്ങള് ഏതോ അമ്പലത്തില്. അതേ അമ്പലത്തിലെ മേശാന്തിയാണ് ഇദ്ദേഹം. ഞാൻ കീശാന്തി. കാര്യകാരണം ഒന്നും തിരക്കണ്ട, ഞങ്ങൾക്ക് ഇത്തിരി പൈസക്ക് അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാ ഈ ഏർപ്പാടിന് വന്നത്. ഇതുപോലെ വരുന്നവരോട് ഞാൻ കാര്യവും കാരണം തിരക്കാറില്ല. എനിക്ക് കച്ചവടം മുഖ്യം. എന്ത് വില കിട്ടും?
തൂക്കവും മാറ്റും നോക്കാതെ ഞാനൊരു വില പറയാം. 15 ലക്ഷം. ഇത്രയും കൂടുതൽ പറയാൻ കാരണം ഈ മാല എന്റെ അപ്പൂപ്പൻ പണിതത് കൊണ്ടാ. അല്ലെങ്കിൽ 10 കൂടില്ല. വില പേശണില്ല. 25 കിട്ടണം. 25? 17. അതിൽ കൂടുതലാണെങ്കിൽ വേണ്ട. ഇതാ 20. അതിൽ കുറഞ്ഞാ പറ്റില്ല. ഇട്ടിയാസു പോകാം. ഇരിക്ക് തിരുമേനി, ഇരിക്കേ. 20 പണം എപ്പോഴാ വേണ്ടത്? എത്ര വേഗാച്ചാൽ അത്ര നല്ലത്. പിന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം. ഉടമസ്ഥൻ അമ്പലത്തിൽ വന്ന് നോക്കുമ്പോ കാണണ്ടേ? ഒറിജിനൽ പോലെ ഇരിക്കണം, ഡ്യൂപ്ലിക്കേറ്റും. ഇതിന്റെ ഒരു ഫോട്ടോ അങ്ങോട്ട് പിടിച്ചോളൂ. ആ, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ഫോട്ടോ ഒന്നും വേണ്ട. ഇത് എന്റെ അപ്പൂപ്പൻ ഉണ്ടാക്കിയല്ലേ. ഇതിന്റെ മോൾഡ് ഇവിടെ തന്നെ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞ് വന്നോളൂ. ഓ, കറങ്ങി തിരിഞ്ഞ് അവസാനം ഇത് എന്റെ അടുത്ത് തന്നെ എത്തി. വരൂ, കയറിക്കോളൂ. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ പോലും തോൽക്കും. അത് തോന്നിയാ മതി. ഒരല്പം മെഴുക്കും കരിപ്പൊടിയും ചേർത്ത് പൂശിയ പഴക്കവും തോന്നും. അതൊക്കെ ഞങ്ങൾ ഏറ്റു. അല്ല, ഒറിജിനൽ എവിടെ? കൊടുക്കുക. ഞങ്ങളൊരു 4-5 പേർ കൂടെ സ്ഥലം കാണുമോ? ആരാ? എന്തു വേണം? എനിക്ക് തന്നെ വേണം. വളരെ നന്ദിയുണ്ട്. തിരുമേനിമാരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ കൈയും കളവോടെ പിടിക്കാനും പറ്റില്ലായിരുന്നു, തെളിവും കിട്ടില്ല. ചാക്കോ സർ, തിരുമേനിമാർ ഇങ്ങോട്ട് ഇറങ്ങിയ ഇവനെ ഞാൻ കുടലോടങ്ങ് കൊണ്ടുപോകായിരുന്നു. ഇയാളെ അറിയുമോ? ഇയാളെയാണോ അന്ന് രാത്രി അണിമംഗലത്ത് വെച്ച് കണ്ടത്? അതെ സാർ. വരൂ. വേലു വലിയ കാളി ഭക്തനാണല്ലേ? ഏത് നേരവും വേലുവിന്റെ നെറ്റിയിൽ കുങ്കുമവും കുറിയും കാണും, അല്ലേ വേലു? സാരക്കുമുണ്ട് നെറ്റിയിൽ. ഞാൻ ചെറിയ ഭക്തൻ. വേലുവിന് കാപ്പി ചായ ഒന്നുമേ വേണ്ട സാർ, താങ്ക്സ്. ഈ മാല ഏതാ വേലു? ഇതണിമംഗലത്തെ തിരുവാഭരണം, കോവിലിൽ കൊടുത്തത്. ഇത് സാറിന്റെ കയ്യിൽ എപ്പടി വന്നു? ഇത് വേലുവിന്റെ കയ്യിൽ എപ്പടി വന്നു? ഭദ്രമായി പൊതിഞ്ഞ് കാളിയുടെ പടത്തിന് പുറകെ വെച്ചിരുന്നില്ലേ, അത് തന്നെ. ഇതാരാ തന്നത്? ഇയാളാണോ SAR ജുവലറിയുടെ ഓണർ പത്മനാഭനാചാരി? അറിയില്ലേ വേലു? തനിക്കറിയാവടോ ഇയാളെ? അറിയാം. എങ്ങനെ അറിയാം? ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയും കുറെ ഉറുപ്പികയും ഞാൻ വേലുവിന് കൊടുത്തിട്ടുണ്ട്. എന്തിന്? അത് അണിമംഗലത്തുള്ള ഇതിന്റെ ഒറിജിനലിന് വേണ്ടി. ഉറുപ്പിക എന്ന് പറഞ്ഞു. എത്ര കൊടുത്തു? 8 ലക്ഷം കൊടുത്തു. ഒരുമിച്ച് കൊടുത്തോ അതോ പലപ്പോഴായി. ഇതിനൊക്കെ എന്തെങ്കിലും രേഖയുണ്ടോ? പണം കൊടുത്തതിന് പുറമെ 18 സെന്റ് ഭൂമി ഇയാൾക്ക് ആധാരാക്കി കൊടുത്തു. അതിന്റെ രേഖയുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒറിജിനൽ കിട്ടിയോ? ഇല്ല. അതെന്താ? തരാന്ന് ഏറ്റതിന് ഇടയ്ക്ക അവിടെ ഒരു പെൺകുട്ടിയുടെ മരണം നടന്നത്. പിന്നെ അതെല്ലാം അമ്പലത്തിലേക്ക് മാറ്റി. കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയോ? കാശ് കിട്ടിയില്ല, സ്ഥലം മടക്കി തന്നു. താൻ എന്നാ വേലുവിന് മാല കൊടുത്തത്? 4 വർഷമായി. കൃത്യ ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താണ്? അണിമംഗലത്ത് ഒരു പെൺകുട്ടിയുടെ മരണം നടന്നില്ലേ, ആ രാത്രിയില്. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാമോ?
അപ്പൊ താൻ ഒറിജിനലുമായി ഇവിടെ ഉണ്ടാകണം. ഇനി അവധിയില്ല. சரிங்க. പിന്നെ നടന്നു ഒന്നും എനിക്കറിയില്ല സാർ. മൈഥിലി പ്രദീപിനെ പ്രതീക്ഷിച്ച് നിന്നായിരിക്കും അല്ലേ? മാലയുമായി പോയ താനും ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടല്ലേ? അർദ്ധരാത്രിയിൽ നടന്ന തിരുവാഭരണത്തിന്റെ ഇടപാട് കണ്ട ഏക സാക്ഷിയായിരുന്നു ആ പെൺകുട്ടി. പിന്നെ ആ പെൺകുട്ടിയെ ജീവനോടെ ആരും കണ്ടിട്ടുമില്ല. പറയൂ, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് ആ അപകടം സംഭവിച്ചത്? സ്റ്റെപ്പിൽ നിന്ന് ആ കുട്ടി എങ്ങനെ വീണു? വേലു സൂചി കണ്ടിട്ടില്ലേ? തുന്നുന്ന സൂചി. അതിന്റെ ദ്വാരത്തിന്റെ ഇട പോലും ഉണ്ടാവില്ല രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഉള്ള സത്യം പറഞ്ഞാൽ വേലുവിനും സുഖം, കേൾക്കുന്ന ഞങ്ങൾക്കും സുഖം. പറ വേലു. കേട്ടില്ലേ? പറയണോ? പറയാ സാർ. വേലു മൈഥിലിയെ പേടിപ്പിച്ചു എന്നുള്ളത് സത്യം. പക്ഷെ അവൾ കാൽ തെറ്റി വീണു എന്നുള്ളത് നുണ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ബോഡി ഇവിടെ കിടന്നിരുന്നത് എന്നല്ലേ വേലു പറഞ്ഞത്? ആമാ സാർ. മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ലേ. വിക്രം, മൈഥിലിയുടെ അതേ പൊക്കവും തൂക്കവും ഉള്ള ഡമ്മിയാണ്. ഇത് എങ്ങനെ വീഴുന്നുവോ അങ്ങനെയായിരിക്കണം മൈഥിലിയും വീണിരിക്കുക. വേലു പറഞ്ഞതുപോലെ ഭയന്ന് ബാലൻസ് തെറ്റി വീണതാണെങ്കിൽ ഡ്രോപ്പ് ഇറ്റ്. വേലുവിന് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. 5.5 അടിയിലധികം ഉയരമുള്ള ആ പെൺകുട്ടി 2.5 അടി വീതിയുള്ള സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കൃത്യമായി താഴെ വന്ന് വീഴുക? ഒരിക്കലും നടക്കില്ല വേലു. എങ്ങനെ വീണാലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വീഴില്ല. ഈ സ്റ്റെപ്പിനോട് ചേർന്ന് ദാ ഇതുപോലെ ഒരിക്കലും കിടക്കില്ല. ഇനി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ. വേലു പറഞ്ഞതുപോലെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ടല്ല ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. മറിച്ച് ഈ വീടിന്റെ തന്നെ മറ്റേതോ ഭാഗത്ത് വെച്ച് അവൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടു. അതല്ലേ സത്യം? ഇനിയും താൻ നുണ പറഞ്ഞാൽ കൂഴച്ചക്കയേക്കാൾ കൂടുതൽ കുഴയും. നടന്ന എന്താണെന്ന് പറയൂ. എവിടെ വെച്ച് എങ്ങനെ ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു? സൊല്ലു വേലു, സൊല്ലപ്പാ. സാറ് പറഞ്ഞത് ശരിയാ. എന്റെ രൂപം കണ്ട് ഭയന്ന് അവൾ ഓടി. പക്ഷെ സ്റ്റെപ്പിൽ വീണില്ല. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഓടി.
എന്നിട്ട് എന്ത് ചെയ്തു? ഭയന്ന് ബാലൻസ് തെറ്റി വീണ് മരിച്ചതാണെന്ന് ആളുകൾക്ക് തോന്നാൻ അവളെ ഇവിടെ സ്റ്റെപ്പിന്റെ സോട്ടിലിട്ട് പിന്നെ നേരെ കുളത്തിൽ പോയി കുളിച്ച്. ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ വേലു. കുറച്ച് ശരി, കൂടുതൽ നുണ. അല്ല സാർ. ആണ് സാർ. അതുകൊട്ടെ, പൂജാമുറിയിലിരുന്ന് മാലയെടുക്കാൻ വേലു എങ്ങനെയാ വീടിനുള്ളിലേക്ക് കയറിയത്? இந்த കോവണിയിലൂടെ. കോണിപ്പടി ഉണ്ടായാൽ മാത്രം പോരല്ലോ, അകത്ത് കിടക്കാൻ വാതിൽ വേണ്ടേ? വാതിലിருக்கு സാർ. ആ വാതിൽ തുറന്നിരുന്നു. ഉവ്വ് സാർ. വേലുവിന് വേണ്ടി അന്ന് രാത്രി ആ വാതിൽ തുറന്നു ആരാ? പറ. വേലു വരുന്നു എന്നറിഞ്ഞ് ആരാണ് ആ വാതിൽ തുറന്നിട്ടത്? ഈ വീട്ടിൽ ആരാ വേലുവിന്റെ സഹായി? വേലു ആരെയാ രക്ഷിക്കാൻ ശ്രമിക്കുന്നു? വേലു, ഈ വീട്ടിൽ ആരാ നിന്റെ സഹായി? പറ വേലു.